അഭി, എനിക്ക് നിന്നെ ഒന്ന് കാണണം. വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്ന് ഒരു കപ്പ് കാപ്പിയുമായി ബാൽക്കണിയിലേക്ക് നടക്കുമ്പോഴാണ് ശ്രീയുടെ മെസ്സേജ് വന്നത്. എന്തിനായിരിക്കും? ആകാംക്ഷയോടെ അവളെ വിളിച്ചു. ശ്രീ, എന്തേ? അഭി, ഞാൻ ജോലി റിസൈൻ ചെയ്തു. നാളെ രാവിലെ നാട്ടിലേക്ക് പോകും. പോകുന്നതിന് മുൻപ് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അവളുടെ വാക്കുകൾക്ക് പതിവുള്ള ഉത്സാഹം ഉണ്ടായിരുന്നില്ല. ജോലി റിസൈൻ ചെയ്തെന്നോ? അതെന്താ? അത്ഭുതത്തോടെ തിരക്കി. അതൊക്കെ പറയാം. നാളെ രാവിലെ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഞാൻ 9 മണിക്ക് സ്റ്റേഷനിലുണ്ടാവും. 10 മണിക്കാണ് ട്രെയിൻ. അവൾ തിടുക്കത്തിൽ ഫോൺ വെച്ചു. ശ്രീയ റിസൈൻ ചെയ്തു എന്ന വാർത്ത അഭിയെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യകരമായിരുന്നു. ഇന്നത്തെ അവസ്ഥയിൽ ആ ജോലി അവൾക്ക് അത്രയേറെ ആവശ്യമായിരുന്നു. ചൂടുള്ള കാപ്പിയും മുത്തി ചുവന്നു തുടുത്ത പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരു സുഖമുള്ള തെന്നലായി അവനെ തേടിയെത്തി. താൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ വെച്ചാണ് ശ്രീയയെ പരിചയപ്പെടുന്നത്. MD-യുടെ PA എന്ന പോസ്റ്റിലാണ് അവൾ തങ്ങളുടെ ഓഫീസിലെത്തുന്നത്. വളരെ ആക്റ്റീവായ ഇരുനിറത്തിലുള്ള ഒരു സുന്ദരി കുട്ടി. വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ ഓഫീസിലുള്ള എല്ലാവരെയും കയ്യിലെടുത്തു. പൊതുവെ അന്തർമുഖനായ താൻ അവളോടൊരകലം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ അകൽച്ച കാരണമാവാം അവളും ഒരു പരിധിവരെ തന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു. അഭി, നിന്റെ ഓഫീസിൽ പുതിയൊരു കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ടോ? അവിടെ ഇടയ്ക്കിടെ പുതിയ ആളുകൾ വരുന്നുണ്ട്. അമ്മ ആരെയാ ഉദ്ദേശിച്ചത്? എടാ, എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീകുമാരിയില്ലേ, അവളിന്ന് വിളിച്ചിരുന്നു. ഓരോരോ വർത്തമാനം പറയുന്ന കൂട്ടത്തിലാണ് അവളുടെ മകൾക്ക് ഇവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. പറഞ്ഞു വന്നപ്പോൾ അത് നീ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, അതാ ചോദിച്ചത്. എന്താ കുട്ടിയുടെ പേര്? ശ്രീയ എന്നോ മറ്റോ ആണ് പറഞ്ഞത്. അവളോട് നാളെ നിന്നെ കാണാൻ പറയാമെന്നാ പറഞ്ഞത്. ശ്രീയ അമ്മയുടെ സുഹൃത്തിൻ്റെ മകളാണെന്ന അറിവ് എന്നിൽ ആശ്ചര്യമുളവാക്കി. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകുമാരി ആൻറ്റിയുടെ ഭർത്താവ് മരിച്ചപ്പോൾ അവരുടെ വീട്ടിൽ പോയതായി ഓർമ്മയുണ്ട്. അന്ന് മൃതദേഹത്തിന് സമീപമിരുന്ന് കരഞ്ഞിരുന്ന ചെറിയ പെൺകുട്ടിയാണ്. താൻ നിത്യവും കാണുന്ന ശ്രീയെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്തായാലും അത് പുതിയൊരു സൗഹൃദത്തിൻ്റെ തുടക്കമായിരുന്നു. അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം തകർത്ത കുടുംബം, സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. അമ്മ തയ്യൽ പണികൾ ചെയ്താണ് കുടുംബം പോറ്റിയതും മക്കളെ പഠിപ്പിച്ചതും. ഇപ്പോൾ ഈ ജോലി കിട്ടിയതോടെ വലിയൊരു ആശ്വാസമായി. ഈ ജോലി ഇന്നത്തെ അവസ്ഥയിൽ തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അവൾ പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു. അവൾ തൻ്റെ ഒപ്പം ഏതാനും തവണ ഇവിടെയും വന്നിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയുമായും ചങ്ങാത്തത്തിലായി. ആ ഇടെയാണ് തനിക്ക് പുതിയൊരു ഓഫർ വന്നത്, മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറിയത്. അതോടെ കണ്ടുമുട്ടലുകൾ കുറഞ്ഞു. പക്ഷേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫോൺ വിളികൾ മുടങ്ങാറില്ല. കൊറോണ കാലമായതോടെ MD വരാറില്ല. മകനാണ് കാര്യങ്ങൾ നോക്കുന്നത്. ജോലി ബുദ്ധിമുട്ടാണ് എന്നൊരിക്കൽ സൂചിപ്പിച്ചു. പക്ഷേ റിസൈൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ കയ്യിലുള്ള ജോലി നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് കിട്ടുക എളുപ്പമല്ല. അത്താഴത്തിനിരുന്നപ്പോൾ അമ്മയോട് ശ്രീയയുടെ കാര്യം സൂചിപ്പിച്ചു. അമ്മ അപ്പോൾ തന്നെ ശ്രീകുമാരി ആൻറ്റിയെ വിളിച്ച് വിവരം ചോദിക്കാൻ ഒരുങ്ങിയതാണ്. ഒരു വിധത്തിലാണ് വിളി ഒഴിവാക്കിയത്. ശ്രീയയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാതെ ആൻറ്റിയോട് സംസാരിക്കുന്നത് ശരിയായി തോന്നിയില്ല. നല്ല കുട്ടിയാടാ അവള്. അമ്മയുടെ കണ്ണുകളിൽ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും തിളക്കം ദൃശ്യമായിരുന്നു. ഓഫീസിൽ ഹാഫ് ഡേ ലീവ് വിളിച്ചു പറഞ്ഞു. 9 മണിക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് അവളുണ്ടായിരുന്നു. കറുപ്പു വീണ കൺതടങ്ങൾ, പാറിപ്പറന്ന മുടി, പ്രായം കൂടിയതുപോലെ. ശ്രീയ, എന്തുപറ്റി? പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? പെട്ടെന്നല്ല, ആലോചിച്ചെടുത്തതാണ്. കാറ്റത്ത് പറക്കുന്ന തലമുടി കോതി ഒതുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അപ്പിക്കറിയാമല്ലോ, തോമസ് സാർ വരാതെ ആയതോടെ മകൻ ചാർജ് എടുത്തു. സാറിനെ പോലെ ആയിരുന്നില്ല അയാൾ. ഒരു സ്ത്രീലമ്പടൻ. അയാൾക്ക് ഓഫീസിലുള്ള ലേഡി സ്റ്റാഫുകളുടെ മേലായിരുന്നു കണ്ണ്. എതിർപ്പില്ലാത്തവർ അയാളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തു. ഈയിടെയായി അയാൾക്ക് എൻ്റെ നേരെയായി കണ്ണ്. പല പ്രാവശ്യം ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു. നടക്കില്ല എന്നായപ്പോൾ ഭീഷണിയായി. ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നി. അതാണ് റിസൈൻ ചെയ്തത്. മിഴികൾ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇത്രയുമൊക്കെ ആയിട്ടും നീ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാമായിരുന്നില്ലേ? ഇനിയും സമയം വൈകിട്ടില്ല. തൊഴിലിടങ്ങളിലെ സ്ത്രീപീഡനം ക്രിമിനൽ കുറ്റമാണെന്ന് അറിഞ്ഞുകൂടെ? അറിയാഞ്ഞിട്ടല്ല, പോലീസ് കേസിനും മറ്റുമൊക്കെ പോകാൻ എനിക്ക് സമയമില്ല അഭി. അയാൾ കാശെറിഞ്ഞ് നല്ലവനാകും. അയാളുടെ ചെയ്തികളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു കൂട്ടം പേർ അയാൾക്ക് അനുകൂലമായി നിൽക്കും. ഞാൻ ഒറ്റപ്പെടും. ചാനലുകാർക്കും സോഷ്യൽ മീഡിയയ്ക്കും കുറച്ച് ദിവസത്തേക്കൊരു വാർത്ത, അതിൽ കൂടുതലൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അമ്മയെയും അനിയത്തിയെയും മറന്നുള്ള ഒരു വിപ്ലവത്തിനും ഞാൻ തയ്യാറല്ല. അവൾ നിർവികാരതയോടെ പറഞ്ഞു. ഇനി എന്താ നിന്റെ പ്ലാൻ? വീട്ടിൽ ചെന്നിട്ട്? നിനക്കറിയാമല്ലോ, ഇന്നത്തെ അവസ്ഥയിൽ പെട്ടെന്നൊരു ജോലി
അതത്ര എളുപ്പമല്ല. നീ എനിക്ക് ഒരു ജോലി സംഘടിപ്പിച്ചു തരണം. അത് വലിയൊരു സഹായമായിരിക്കും. വലുതൊന്നും വേണ്ട. അധിക ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കാൻ കഴിയില്ല. കടക്കാരോട് പറഞ്ഞു നിൽക്കാനെങ്കിലും ഒരു ജോലി ആവശ്യമാണ്. എനിക്കിവിടെ ആരെയും വലിയ പരിചയമില്ല. നീ എന്നെ സഹായിക്കില്ലേ? അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. ശ്രീയ, ഞാൻ നോക്കിയിട്ട് നിനക്ക് എളുപ്പത്തിൽ നേടിത്തരുവാൻ പറ്റിയ ഒരേ ഒരു ജോലിയേ എൻ്റെ കയ്യിലുള്ളൂ. എൻ്റെ ഭാര്യാപദം. അതിന് നീ തയ്യാറാണോ? ഒരു നിമിഷം അവളുടെ മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നിമറഞ്ഞു. അഭി, ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ സമയമല്ല ഇത്. ഒരുപാട് പ്രശ്നങ്ങളുള്ള, ഒരുപാട് ബാധ്യതകളുള്ള കുടുംബമാണ് എൻ്റേത്. നീ എന്തിനാ അതെല്ലാം തലയിലേറ്റുന്നത്? ശ്രീയ, നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ? എനിക്കത് മാത്രമേ അറിയേണ്ടതുള്ളൂ. നിന്റെ ദുഃഖങ്ങൾ എൻ്റെയും കൂടിയാണെന്ന് കരുതാം. അവൻ അവളുടെ കൈകൾ കവർന്നെടുത്തു. അഭി, നിന്നെ എന്നും ഞാൻ എൻ്റെ സുഹൃത്തായാണ് കണ്ടിട്ടുള്ളത്. ലോലമായ വികാരങ്ങൾ കടന്നു വരാഞ്ഞിട്ടല്ല. എൻ്റെ മനസ്സിനെ ഞാൻ അടക്കി നിർത്തിയതാണ്. നിന്നെ മോഹിക്കാനുള്ള ഭാഗ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ശ്രീയ, ഇത്രയും നാൾ ഞാനും നിന്നെ നല്ലൊരു സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ ആത്മാർത്ഥമായി നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇനിയുള്ള കാലം നമുക്ക് ഒന്നിച്ചു തുഴയാം. അവൾ ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിലെ തിളക്കം അവൾക്ക് അവഗണിക്കാനായില്ല. തേങ്ങലോടെ അവൾ അവനിലേക്ക് ചാഞ്ഞു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.